മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോ ഈ സെക്രട്ടറി എവിടെയായിരുന്നു, ഈ പാർട്ടി സെക്രട്ടറി? നമസ്കാരം. ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഈ ഗോവിന്ദൻ മാസ്റ്ററുടെയൊക്കെ അവസ്ഥ ഓർത്താണ് കേട്ടോ സഹതപിക്കുന്നത്. അങ്ങേരുടെയൊക്കെ കാര്യം ഒരു കണക്കിന് കഷ്ടമുണ്ട് കേട്ടോ. ഈ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയുടെ കാര്യം ഇതാണെങ്കിൽ അവിടെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും, നിലവാരം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കുകയും ചെയ്യാമല്ലോ. കഴിഞ്ഞ ദിവസം ഇരുന്നോട്ട് പറയുക നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടക്കാരാണെന്ന്. അതിന് നല്ല കൃത്യമായിട്ടുള്ള കുറിക്ക് കൊള്ളുന്ന അണ്ണാക്ക് കീറി മുറിക്കുന്ന രീതിയിലൊരു മറുപടി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ കൊടുത്തിട്ടുമുണ്ട്. വി ഡി സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോവിന്ദൻ മാസ്റ്റർ, നിങ്ങൾ ഇനിയും വായ തുറക്കണം. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം. നിങ്ങൾ ഇങ്ങനെയൊക്കെ വായ തുറന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലേ ഞങ്ങളുടെ പാർട്ടിക്ക് നേട്ടമുണ്ടാകുകയുള്ളൂ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണമെന്ന് എത്ര കൃത്യമായിട്ടുള്ള കാര്യം. ഈ കോൺഗ്രസ്സുകാർ ഭരണത്തിൽ കയറിയതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഈ ഗോവിന്ദൻ മാസ്റ്റർ. ആ ഒരു കടപ്പാട് ഇവർക്കുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ ഇപ്പൊ ഉയർത്തിക്കൊണ്ട് വരുന്നത്, വിമർശിക്കുന്നത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ സൈബർ ടീമിൽപ്പെട്ട ഒരാൾ MDMA കേസിൽ അറസ്റ്റിലായല്ലോ. അല്ലാതെ നിങ്ങൾ നടത്തിയിരുന്നത് പോലെ ന്യായീകരിച്ചും അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അയാളുമായിട്ട് ബന്ധമില്ലെന്നും ഞങ്ങൾക്കിത് ആരാണെന്ന് അറിയില്ലെന്നും ഒന്നും പറഞ്ഞ് കൈമലർത്തിയില്ലല്ലോ. ഉള്ള കാര്യം അങ്ങേരുള്ളതുപോലെ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി ഉള്ളതുപോലെ പറഞ്ഞില്ലേ. എനിക്ക് എങ്ങനെയാണ് അങ്ങേരെ പരിചയം അത് പറഞ്ഞു. അങ്ങേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ. നിങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളുടെ പേരിൽ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ്, അത് അറസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പരമാവധി ന്യായീകരിക്കും. അത് ഞങ്ങളുടെ ബോധ്യത്തിൽ അത് വന്നിട്ടില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല, ഞങ്ങളുടെ പാർട്ടി കോടതി അത് അന്വേഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ 100 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങളുടെ പാർട്ടി അയാളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതാണ് എന്നങ്ങ് പറഞ്ഞു കളയും. ഇത് അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തവരാരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തിരിക്കുമെന്ന് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ആരായിരുന്നാലും, ആരാണ്, എന്താണ് സ്ഥാനം, എന്താണ് പദവി, എന്താണ് പാർട്ടി ഏതാണ്, ഇതൊന്നും നോക്കില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടോ അറസ്റ്റ് ചെയ്തിരിക്കും. ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമാണോ ചെയ്തത്? അനുഭവിച്ചിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനുള്ള ഒരു ധൈര്യം അവർ കാണിച്ചിട്ടുണ്ട്, അതിനുള്ള ഒരു തൻ്റെടം അവർ കാണിച്ചിട്ടുണ്ട് അവരുടെ പ്രവൃത്തിയിലൂടെ. അല്ലാതെ നിങ്ങളെ പോലെയല്ല. എന്നിട്ട് മാറിയിരുന്നങ്ങ് കുറ്റം പറയുകയാണ്. വിടുവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോമാളിയാകുന്നത് ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പതിവായി തീർന്നിരിക്കുക. കഴിഞ്ഞ ദിവസം ഇരുന്നുകൊണ്ട് പറയാം, മെസ്സിയെ നമുക്കറിയാലോ, മെസ്സി നമ്മുടെ അടുത്ത ആളല്ലേ. മെസ്സി നമ്മുടെ അടുത്ത ആളെ പോലെയല്ലേ. നമുക്ക് കേരളത്തിലെ ഏത് കുടുംബത്തിലും പോയാലും മെസ്സി ഉണ്ട്. പറയുന്ന ആളുടെ അളിയനാണെന്ന് തോന്നും മെസ്സിയെ കണി കണ്ടാണല്ലോ കേരളം എന്ന് ഉണരുന്നത്. കേരളത്തിലെ ഓരോ കുടുംബത്തിലെയും അടുത്ത അംഗത്തെ പോലെയാണ് മെസ്സി എന്നൊക്കെ പറഞ്ഞ് വാചാലനാകുന്നത് കേട്ടു. ഭാഗ്യത്തിന് അർജന്റീന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് മെസ്സി എന്ന് പറഞ്ഞില്ല. ഇവർക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ ഇങ്ങനെ ഇരുന്ന് വി ഡി സതീശനെ കുറ്റം പറയാനെന്നാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മുടെ മരണപ്പെട്ടുപോയ ADM നവീൻ ബാബുവിൻ്റെ മകൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ജോലിക്കായുള്ള നിയമന ഉത്തരവൊക്കെ കൈമാറി. ഇവരെ കൊണ്ട് എന്ത് സാധിച്ചു? ഒരു അന്വേഷണം അതിൻ്റെ പേരിൽ കൃത്യമായിട്ട് നടത്തണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടിട്ട് അതിനു പോലും തടസ്സം നിന്ന ഒരു സർക്കാരല്ലേ. ഇവർക്ക് എന്തെങ്കിലും നിവർന്ന് നിന്ന് പറയാൻ ഇവർക്ക് ഉളുപ്പുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു അഭിപ്രായം, ഏതെങ്കിലും ഒരു കാര്യം വി ഡി സതീശൻ ചെയ്യുന്നതിൽ അഭിപ്രായമായിട്ട് പറയാൻ പോലുമുള്ള ഒരു അവകാശം പോലും, ഒരു ശബ്ദം പോലും ഇവർക്ക് കൊടുത്തുകൂടാ എന്നാണ് പറയാനുള്ളത്. കാര്യം പ്രതിപക്ഷമൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ? അതിൻ്റെ ദുരനുഭവമാണ് ഇപ്പോൾ നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ 10 വർഷം ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത്. അല്ലാതെ ഈ 2-3 മാസം മുമ്പ് കയറിയ പുതിയ സർക്കാരിൻ്റെ അല്ല, പുതിയ സർക്കാരിൻ്റെ പക്ഷം നിന്ന് സംസാരിക്കുകയല്ല. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ADM നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ഇവർ കാണിച്ച ക്രൂരത എന്താണ്. അദ്ദേഹത്തിന്റെ മരണം പോലും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. മരണപ്പെട്ടതിന് ശേഷവും അവരുടെ കുടുംബത്തെ വെറുതെ വിട്ടോ? എന്തൊക്കെയായിരുന്നു PP ദിവ്യയുടെ പ്രഹസനം? PP ദിവ്യയ്ക്ക് വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ നാടകങ്ങൾ നടത്തി? അവരെ എത്രത്തോളം ന്യായീകരിച്ചു? ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെന്ന് മാലയിട്ട് സ്വീകരിച്ചു. അപ്പോഴൊക്കെ ഇരയായ ആ കുടുംബം തേങ്ങലോടുകൂടിയാണ് അതൊക്കെ കണ്ടുകൊണ്ട് നിന്നത്. അവരുടെ മാനസികാവസ്ഥ പോലും ഇവർ ചിന്തിച്ചില്ല എന്ന്. ഏറ്റവും അർഹതപ്പെട്ട ഒരു സർക്കാർ ജോലി ആ കുടുംബത്തിന് കൊടുത്തുകൊണ്ട് വി ഡി സതീശൻ സർക്കാർ കാണിച്ചത് ഒരു മഹത്തായ മാതൃകയാണ്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ, കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. എത്ര സ്പീഡാണ് കാര്യങ്ങൾക്കെന്ന് നോക്കിക്കേ. അധികാരത്തിൽ കയറി ഇത്രയും മാസങ്ങൾക്ക് ശേഷം വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കണ്ടപ്പോൾ അത് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊക്കെ വിമർശനമായിട്ട് മുന്നോട്ട് വരാതെ കൈയടിക്കേണ്ട കാര്യങ്ങൾക്ക് കൈയടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത്.
വെറുതെ ഇങ്ങനെ മുക്കിലും മൂലയിലും മൈക്ക് കെട്ടി അല്ലെങ്കിൽ കുറെ പത്രക്കാരെയോ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വെറുതെ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുറ്റം പറച്ചില്ല. പറയുന്നത് എന്താ റേഞ്ചിലുള്ള സാധനങ്ങളാ. മുഖ്യമന്ത്രി അമ്മായിച്ചനെ കാണാൻ പോയി, ആപ്പിളും ഓറഞ്ചും മുന്തിരിയും കെട്ടിപ്പൊതിഞ്ഞാണ്ടാ പോയത്, അത് കേരളത്തിന്റെ കാശല്ലേ. ആ മുഖ്യമന്ത്രി ആഹാരം കഴിച്ചു, 3 മണിയാകുമ്പോൾ ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കാൻ പാടുണ്ടോ? ഇതൊക്കെയാണ് ഇവരുടെ വിമർശനം. MDMA കച്ചവടക്കാരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ. അതിനല്ലേ കുറിക്കുകൊള്ളുന്ന മറുപടി VD സതീശൻ ചോദിച്ചത്. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോ ഈ സെക്രട്ടറി എവിടെയായിരുന്നു, ഈ പാർട്ടി സെക്രട്ടറി? മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം അകത്ത് കിടന്നപ്പോൾ ഈ സെക്രട്ടറിയുടെ നാക്ക് പൊങ്ങിയില്ലേ? അതോ വായിൽ പഴമായിരുന്നോ? അന്നൊന്നും സംസാരിക്കുന്നത് കേട്ടില്ലല്ലോ. ഈ വികാര പരപരവശരാകുന്നത് മുഴുവൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവർത്തനങ്ങളിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖ്യമന്ത്രി 10 വർഷം തുടർച്ചയായിട്ട് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഇവിടെ കാണിക്കാവുന്ന കൊള്ളരുതായിക മുഴുവൻ കാണിച്ചപ്പോൾ, ആ മുഖ്യമന്ത്രിയുടെ മറവിൽ പല ആളുകൾ ഇവിടെ നടത്താവുന്ന അഴിമതികൾ മുഴുവൻ നടത്തിയപ്പോൾ ഈ സെക്രട്ടറിക്കും പ്രസിഡന്റിനും അണികൾക്കും അടിമകൾക്കും അന്തങ്ങൾക്കും ഒന്നും നാക്കേയില്ലായിരുന്നു, ഒന്നും മിണ്ടണ്ടായിരുന്നു. ഇവിടെ പാവപ്പെട്ട മനുഷ്യരെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നപ്പോൾ, രക്ഷാപ്രവർത്തനം എന്ന പേരിൽ തല്ലിച്ചതച്ചപ്പോൾ ആർക്കും സംസാരിക്കാനില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങ് വിമർശിക്കാൻ വ്യഗ്രത കൊണ്ട് നിൽക്കുക. അതിന്റെ കാരണം എന്താണ്? രാഷ്ട്രീയം മാത്രം. ഒരാൾ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയണം, മോശം ചെയ്താൽ മോശമാണെന്ന് പറയണം. രാഷ്ട്രീയം വേറെ. ഏതായാലും മുഖം നോക്കാതെ VD സതീശൻ സർക്കാർ എടുക്കുന്ന നടപടികൾ നമുക്ക് പ്രതീക്ഷ തരുന്നതാണ്. എപ്പോഴും പറയുന്നത് പോലെ ആശ്വാസം പകരുന്നതാണ്. ആര് തെറ്റ് ചെയ്താലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും, ഭരണപക്ഷത്തുള്ള ആളാണെങ്കിലും, ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണെങ്കിലും തോന്നിയാസം കാണിച്ചാൽ മുഖം നോക്കാതെ നടപടി എടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ലഹരി കേസുകൾ, MDMA കേസുകൾ. ഈ MDMAയുടെ കാര്യം പറഞ്ഞപ്പോഴും ബിനീഷ് കൊടിയേരിയൊക്കെ ഇത്രയും നീളത്തിൽ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി തകർക്കുന്നത് കണ്ടു. മുഖ്യമന്ത്രിക്കൊപ്പം MDMA കച്ചവടക്കാരന് ഉണ്ട് എന്നൊക്കെ. ഇതാരാ ഈ പറയുന്നത്? ലേശ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല ബിനീഷ് കൊടിയേരി. ഈയിടെയായിട്ട് ബിനീഷ് കൊടിയേരി കൊടിയും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാ അടിമകളെയും അന്തം കമ്മികളെയും ന്യായീകരണ ക്യാപ്സ്യൂളുകളെയൊക്കെ വെല്ലുന്ന തരത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് ബിനീഷ് കൊടിയേരി. എന്ത് ദുരുദ്ദേശമാണ് മനസ്സിലെന്നറിയില്ല. എന്തുദ്ദേശമാണെങ്കിൽ അത് നടക്കട്ടെ കേട്ടോ. കാരണം നന്നായിട്ട് ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സ്വന്തം ചരിത്രവും കൂടെ ഇടയ്ക്കൊന്ന് ഓർക്കണം. കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ചിന്തിക്കണം. ഒരാളെ വിമർശിക്കുമ്പോൾ ഞാൻ ആരാണ് എന്നൊരു ഓർമ്മ, എന്നൊരു ചിന്ത നല്ലതാണ്. ഏതായാലും ഗോവിന്ദൻ മാസ്റ്റർക്ക് VD സതീശൻ കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും കൊടുത്തുകൊണ്ടേയിരിക്കുക. കൊടുക്കാൻ വേണ്ടി താ എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ പിന്നാലെ നടക്കാൻ ഇനിയും ഗോവിന്ദൻ മാസ്റ്റർക്ക് യോഗമുണ്ടാകട്ടെ. ഏതായാലും സെക്രട്ടറി എന്നും പറഞ്ഞിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വലിയ റോളും വലിയ ജോലിയൊന്നും ഇല്ലാത്ത ഒരു പദവിയാണല്ലോ അത്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ വായിരിക്കുന്ന ചോദിച്ചു വാങ്ങിക്കാനെങ്കിലും പറ്റട്ടെ, അങ്ങനെങ്കിലും സമയം പോകട്ടെ. അങ്ങനെങ്കിലുമൊക്കെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വാർത്തകളിലൂടെ അല്ലെങ്കിൽ ട്രോളുകളിലൂടെയൊക്കെ നാട്ടുകാരും അറിയട്ടെ.